സഞ്ജയ ഞാൻ തകർന്നടാ, എന്റെ ജീവിതം നായ നക്കി. അപ്പാനിശരത്തിന് കുറച്ചു ദിവസമായിട്ട് കിളി പോയ അവസ്ഥയാണ്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അനുമോളോട് ഉണ്ടാക്കിയ കച്ചറയിൽ അനുമോള് വന്ന് കാലിൽ വീണതോട് കൂടിയിട്ട് അപ്പാനിശരത്തിന് കൂടോത്രം കിട്ടി. അതായത് സംസാരിക്കാൻ പറ്റുന്നില്ല, ആകെ വിഷമത്തിലാണ്, ശരീരം ക്ഷീണമാണ്, ഉറങ്ങുകയാണ്. ഇടുത്തി വീഴുന്ന പോലെ അല്ലേ ഓരോന്ന് വന്ന് വീഴുന്നത്. എനിക്ക് ഫസ്റ്റ് വീക്ക് കയറിയപ്പോൾ അതായിരുന്നു പ്രശ്നം. എനിക്കത് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. എന്നെ ഇങ്ങനെ കിടത്തുന്നു, എനിക്ക് ഒരു ടോക്കിലേക്ക് വരാൻ പറ്റുന്നില്ല. എന്തൊക്കെയാ മാതച്ചായി പറയണത്? എനിക്ക് ഫസ്റ്റ് വീക്ക് അതാ പറ്റി. ക്ഷീണം ഭയങ്കര. ക്ഷീണം, എനിക്കൊന്നും പറ്റണില്ല. എന്നാ ഞാൻ രാവിലെ ഫ്രണ്ടിലേക്ക് വരാൻ പറ്റണില്ല, സംസാരിക്കാൻ എനിക്ക് 2 ദിവസമായിട്ടേ ഉള്ളൂ എനിക്കത്. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ? ആരുമായിട്ടൊരു മിങ്കിളാവാൻ പറ്റണില്ല. എന്തോ ഒരു ശക്തി നമ്മളെ ഇങ്ങനെ ഡൗൺ ആക്കുന്ന, ബാക്കിലോട്ട് വലിക്കുന്ന പോലെ. ശൈത്യം അതിലും വലിയ പുലി. കാരണം ഈ ശൈത്യം ഇതിന് നല്ല രീതിയിൽ എണ്ണട്ട് കൊടുത്തു. പക്ഷെ ഒന്ന ശക്തി പോലെ ഞാൻ പൊട്ടിച്ചെറിഞ്ഞിട്ട് ദൂരെ കളഞ്ഞിട്ട് ഞാൻ വരിഞ്ഞാൽ ഞാൻ കൊമ്പൻ. നിനക്കത് കറക്റ്റ് മനസ്സിലായല്ലേ? പറ എന്താ കാര്യം? അല്ല, എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് വന്നു, അപ്പോഴെനിക്ക് ക്ലിക്കായി. നമ്മള് നന്നാവാൻ സമ്മതിക്കില്ല, ആഗ്രഹിക്കുന്ന ആൾക്കാര് അല്ല പലരും, വെളിയിലും അകത്തായാലും. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? അകത്തുള്ള ആൾക്കാരെ വെളിയിലുണ്ടല്ലോ. അതാ പറഞ്ഞു. അപ്പൊ നമ്മളെ മാക്സിമം തളർത്താൻ നോക്കും. എന്നാലും ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് അനുവായിട്ടുള്ള വിഷയത്തിന് ശേഷമാണ് എനിക്കത് കിട്ടിത്തുടങ്ങിയത്, സത്യസന്ധമായിട്ട് പറയാം. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഭയങ്കര ദൈവവിശ്വാസം. അനുവായിട്ടുള്ള വിഷയത്തിന് ശേഷമാണ് എനിക്ക് എന്റെ ഇങ്ങനൊരു ഒരു ക്ഷീണം, ഒരു തളർച്ച. സത്യം എവിടെ ചെന്നിരുന്നാലും ഒരു കിടക്കണം. അനുമോളായിട്ട് പ്രശ്നം ഉണ്ടാക്കി. അതിനുശേഷം അനുമോള് വന്ന് കാലിൽ വീണത് മുതൽ അപ്പാനിശരത്തിന് തളർച്ചയാണ്. അനുമോൾ എന്തോ ചെയ്തു. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? ശൈത്യം വലിയ ഭൂലോക വിഷം. അപ്പൊ ഭയങ്കര ദൈവവിശ്വാസമുള്ള ആളാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തരാണെന്ന് അറിഞ്ഞൂടാ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളിക്കാറ് വരും. ഇതൊരു ശരത്തിന് ശരിക്ക് പാറിയിട്ടുണ്ട്. ആ പാറി സാധനത്തേക്ക് നല്ല മറ്റേ മീഡിയം ലെവലിൽ കത്തുന്ന തീക്ക് ആളി കത്തിക്കാൻ വേണ്ടിയിട്ട് ഫ്യൂൽ ഒഴിച്ചു കൊടുത്ത് ശൈത്യ. ബേസിക്കലി അനുമോൾക്ക് വേണ്ടി ആരോ പുറത്തുനിന്നോ അല്ലെങ്കിൽ അനുമോൾ ആരോ എന്തോ ചെയ്തു എന്നാണ് ഈ അപ്പനുസരത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ പിന്നിൽ ആരുടെയോ ചില കറുത്ത കൈകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് അപ്പാനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവാൻ കാരണം ഒന്ന് ശൈത്യനോടാ പോയി പറഞ്ഞിട്ടുള്ളത്. ശൈത്യം അതിലും വലിയ സാധനം, കാറ്റ് എന്നൊക്കെ മറ്റേ പാരനോർമൽ സാധനം പറയുന്ന പോലെ പോയി ചത്തുടടാ.